ദിവ്യ ജോസഫ് കൂടി നമ്മോടൊപ്പം. ദിവ്യ, ഏത് ബൂത്തിലാണ്? അവിടെയും ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞിരിക്കുന്നു, 9:30 ആവുന്നു. ആളുകൾ ഇപ്പോഴും സജീവമായി ബൂത്തുകളിലുണ്ടോ, അതോ പഴയതിൽ നിന്ന് ആളുകളുടെ എണ്ണം കുറയുന്നുണ്ടോ? നിഷാദ, ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണാടിയിലെ 171 ബൂത്തിലാണ്. ഇവിടെ നിറയെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുന്തോറും ഈ ക്യൂവിൻ്റെ നീളം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നു. പ്രത്യേകിച്ച് കണ്ണാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ നിരവധി വോട്ടർമാർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. യുവാക്കൾ മുതൽ പ്രായമായവർ വരെ ഈ വോട്ടിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകാൻ, ജനാധിപത്യത്തിൻ്റെ ഈ പ്രത്യേക ദിനത്തിൻ്റെ വോട്ടിങ്ങിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിരവധി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ തന്നെ കവലകളിലും മറ്റും രാഷ്ട്രീയ ചർച്ചകൾ സജീവമായി തന്നെ നടക്കുകയാണ്. ഇവിടെ ആകെ ഉള്ള സമ്മതിദായകരുടെ എണ്ണം 770 ഇതിൽ 382 പുരുഷന്മാരും 378 സ്ത്രീകളുമാണുള്ളത്. രാവിലെ തന്നെ വെയിൽ ആകുന്നതിന് മുൻപേ തന്നെ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുൻപേ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിന് ശേഷം തൊഴിലിടങ്ങളിലേക്ക് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് കൂടുതലും. രാവിലെ തന്നെ വന്ന് നിൽക്കുക? അതെ, ഒരുപാട് നേരമായി? കുറച്ചു നേരമായി. ഇപ്പോൾ വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദിച്ചിരുന്നു എന്താ കാര്യമെന്ന്? അല്ല, ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? അരമണിക്കൂറാകും. ഒരുപാട് നേരം നിൽക്കാൻ തുടങ്ങി? ഒരു അരമണിക്കൂർ. ജോലിക്ക് പോകണം? ഇതിന് ശേഷം ജോലിക്ക് പോകണം. ഷോപ്പ് തുറക്കണം. കണ്ണാടി പഞ്ചായത്തിലെ 171 ബൂത്തിൽ വോട്ടിംഗ് മന്ദഗതിയിലാണ് എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള നിൽക്കുന്നവർക്ക് പറയുന്നത്. എന്താണ് കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. എങ്കിൽ പോലും പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ നിരവധി പേർ എത്തുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ എടുക്കുന്ന കാലതാമസമായിരിക്കാം ഇത്തരത്തിൽ പോളിംഗ് മന്ദഗതിയിലാകാൻ കാരണമെങ്കിൽ പോലും ഓരോ മണിക്കൂർ കഴിയും തോറും, അല്ലെങ്കിൽ ഓരോ മിനിറ്റ് കഴിയും തോറും ഇങ്ങോട്ടേക്ക് ആളുകൾ കൂട്ടമായി എത്തുകയാണ്. കൂടുതൽ ആളുകൾ ഈ ഭാഗത്തേക്ക് എത്തുകയാണ്. പാലക്കാടിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ്. അതും നിരവധി വിവാദ വിഷയങ്ങളടക്കം ചർച്ചയാക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഓരോ വോട്ടും നിർണായകമാണ് ഓരോ മുന്നണികൾക്കും. കുറേ നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട്? എത്ര വയസ്സുണ്ട്? എല്ലാ വോട്ടും ചെയ്തിട്ടുണ്ട്? വോട്ടൊന്നും മുടക്കിയിട്ടില്ല? എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രായമായവർ വരെ തങ്ങളുടെ ഓരോ വോട്ട് പോലും മിസ്സാക്കാത്ത നിരവധി ആളുകളുണ്ട് ഇവിടെ. അത് മറ്റുള്ളവർക്ക് കൂടി ഒരു മാതൃക കൂടിയാണ്. പ്രത്യേകിച്ച് കണ്ണാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ നിർണായകമായ, എല്ലാ മുന്നണികൾക്കും 3 മുന്നണികൾക്കും നിർണായകമായ പഞ്ചായത്ത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ഇവിടെ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന് കണ്ടറിയാം. നിലവിലെ സാഹചര്യത്തിൽ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കണ്ണാടി പഞ്ചായത്തിലും ഈ വ്യാജ വോട്ട് ആരോപണം നേരത്തെ CPM ഉന്നയിച്ചിരുന്നു. അങ്ങനെ വ്യാജ വോട്ട് തടയുന്നതിൻ്റെ ഭാഗമായി നിരവധി പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധ റാലികളുമൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ വോട്ടുകൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് കളക്ടർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. BLOമാരോടക്കം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് കേന്ദ്രങ്ങളിലെല്ലാം കർശനമായ സുരക്ഷയും അതുപോലെ തന്നെ കർശനമായ പരിശോധനയ്ക്കും ശേഷമാണ് വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും വളരെ നിർണായകമാണ്. പാലക്കാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്ന് പറയുന്ന കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഇങ്ങോട്ടേക്ക് തുടർന്നു വന്നിരുന്ന വിവാദങ്ങൾ, പല വിഷയങ്ങൾ, പാതിരാ പരിശോധന, നീലപ്പെട്ടി, അങ്ങനെ അതിനിടയിൽ UDFനുള്ളിലെ പൊട്ടിത്തെറികൾ, വിമതസ്വരം, പാർട്ടി വിട്ട് നിരവധി പേർ പുറത്തേക്ക് വരുന്നത്, സരിനോടുള്ള എതിർപ്പ്, അങ്ങനെ നിരവധി വിഷയങ്ങൾ. പ്രത്യേകിച്ച് ഏറ്റവും അവസാനം സന്ദീപിൻ്റെ കൂറുമാറ്റം വരെ ഇവിടെ ചർച്ചയായിട്ടുണ്ട്. അങ്ങനെ ഏതെല്ലാം വിഷയങ്ങൾ ആളുകൾ ചർച്ചയാക്കിയിട്ടുണ്ട്, ഇവരുടെ വികസനം ചർച്ചയായിട്ടുണ്ടോ, അതുപോലെ എന്തെല്ലാം വിഷയങ്ങളാണ് പാലക്കാട് പ്രധാനമായും ചർച്ചയാകുക എന്നതിൻ്റെ ഒരു അടിസ്ഥാനം, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇവർ ചർച്ച ചെയ്തിട്ടുണ്ടാവുക, ജനങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നറിയാൻ 23-ാം തീയതി വരെ കാത്തിരിക്കണം. ജനവിധി ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പോഴും നീണ്ട ക്യൂ തന്നെ തുടരുകയാണ്. അപ്പോഴും പോളിംഗ് മന്ദഗതിയിലാണ് എന്നുള്ളൊരു ആക്ഷേപം ഈ വോട്ടർമാർ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. എങ്കിൽ പോലും നിരവധി പ്രായമായ ആളുകൾ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ സമയം
ഈ പോളിങ്ങിന് വേണ്ടിയിട്ട് എടുക്കും, വോട്ടിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പോലും നിരവധി ആളുകൾ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപായി തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് ജോലികളിലേക്ക് പോകാം എന്ന് കരുതി നിൽക്കുന്നവരുണ്ട്. ഇപ്പോഴും നിലവിൽ നമ്മുടെ കവലകളിലൊക്കെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്നത് തൊഴിൽശാലയിലാണ്, കണ്ണാടിയിലെ തൊഴിൽശാലയിലാണ്. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഭാഗത്തേക്ക് നിരവധി ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നവരുണ്ട്. അതല്ലാതെ തന്നെ പാർട്ടി പ്രവർത്തകരുണ്ട്. പിന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും സംസാരിക്കുന്ന കാഴ്ചകളുമുണ്ട്. പ്രത്യേകിച്ച് ഇന്നൊരു വോട്ടിംഗ് ദിവസമായതുകൊണ്ട് തന്നെ നിരവധി രാഷ്ട്രീയ ചർച്ചകളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായ വിഷയങ്ങളും എല്ലാം അവർ ചർച്ചയാക്കുന്നുണ്ടാകും. അതൊക്കെ തന്നെയായിരിക്കും ഇങ്ങനെ കൂട്ടം കൂടുന്നുള്ള ചർച്ചകളെല്ലാം സജീവമാണ് ഇവിടെ. അതേസമയം തന്നെ നിരവധി പേർ ഇപ്പോഴും ബൈക്കുകളിലും കാറുകളിലും അല്ലാത്ത കാൽനടയുമായി കുട്ടികളുമൊക്കെയായി ധാരാളം പേർ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ വെയിൽ കനക്കും, ചൂട് കനക്കും. പാലക്കാടിൻ്റെ നിലവിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ ആ ചൂടിന് മുൻപേ, ആ കനത്ത വെയിലിനും ചൂടിനും മുൻപേ വന്ന് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് വോട്ടർമാർ. എന്നാൽ ഇങ്ങനെ നീണ്ട ക്യൂ, അതുപോലെ തന്നെ പോളിംഗ് മന്ദഗതിയിലാകുന്നത് വോട്ടർമാരെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും പാലക്കാടിൻ്റെ വിധി ഇപ്പോൾ നിർണ്ണയിക്കപ്പെടുകയാണ്. ആർക്ക് മുൻതൂക്കം, അല്ലെങ്കിൽ ഏത് മുന്നണിക്ക് വേണ്ടിയിട്ടാണ്, ഏത് മുന്നണി ഈ പാലക്കാട് ജയിച്ചു കയറും എന്ന് കാത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ കേരളം എന്ന് പറയേണ്ടി വരും. കാരണം ചേലക്കരയും വയനാടും ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ വീറും വാശിയും ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പാണ് ദിവ്യ ജോസഫാണ് വിവരങ്ങൾ നൽകുന്നത്.